നമുക്ക് ആ ഗ്രൗണ്ടിനോട് കറക്റ്റ് ആയിട്ട് ബക്കറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഡൗൺ ചെയ്യാം. നമുക്ക് ചെക്കനെ ഡൗൺ ചെയ്തു, നമുക്ക് ഫ്രണ്ടിലേക്ക് പോവുക, ഇന്ന് റൊട്ടേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഫ്രണ്ടിലേക്ക് പോയിട്ട് നേരെ ബാക്കിലേക്കാണ് ഈ സംഭവം. ഗൈസ് എനിക്ക് വേറൊരു കാര്യം കൂടി പറയട്ടെ. ഹലോ ഗൈസ്, ഇന്നോട് വന്നിരിക്കുന്ന ഒരു കിഡിലും JCB കൊണ്ടാണ് ഇട്ടാ. ഇവനായിട്ട് ഗൈസ് അപ്പം നമ്മുടെ മുതല് നമ്മൾ വാങ്ങിച്ചത് ആമസോണിലാണ്. അപ്പൊ ആമസോണിലെ ഏറ്റവും വില കുറഞ്ഞ JCB ആട്ടത്. അപ്പൊ പിന്നെ വില ഞാൻ വീഡിയോന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ ഗൈസ് അൺബോക്സ് ചെയ്യാ. ഗൈസ് എനിക്ക് വേറൊരു കാര്യം കൂടി പറയട്ടെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു JCB ഓടിക്കാൻ പോണത്. ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇതുപോലത്തെ ഒരു മുതലിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് വാശി പിടിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം പൈസ കൂടുതലാണ്, പൈസ വാങ്ങിച്ചു തരാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. അതുകൊണ്ടാണ് മെയിൻ കാരണം. പക്ഷേ അന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച മുതലാണ് കഴിച്ച് ഇന്ന് ഓടിക്കാൻ പോകുന്നത്. എനിക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷെ JCBന്റെ പ്രാന്ത് അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അത് എത്ര പ്രായമായി ഞാൻ ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ ഉള്ള പ്രാന്ത് നമുക്ക് കുറച്ച് പ്രായം കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറുന്ന വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ചെറുപ്പത്തിൽ JCB എവിടെയെങ്കിലുമൊക്കെ മണ്ണ് മാറുന്ന നോക്കി ഒരുപാട് നിന്നിട്ടുണ്ട്. ആ സെയിം സംഭവം ഇപ്പോഴും ഞാൻ ബൈക്കിൽ ഓടിച്ചു പോകുന്ന ടൈമിൽ എവിടെയെങ്കിലുമൊക്കെ JCB മണ്ണ് മാറുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എൻ്റെ കണ്ണ് പോകും. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് കുറച്ച് ടൈം ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ നോക്കി നിന്ന് പോകും. അത് എന്താണെന്ന് അറിയില്ല. JCBനോടുള്ള ഒരു ഇഷ്ടം ഇച്ചിരി കൂടുതലാണ് ആ കാര്യത്തില്. അപ്പൊ ഗൈസ് നമ്മുടെ ചെക്കനതാ ഇവനാട്ടാ. ലുക്ക് വൈസ് ഗൈസ് വേറെ ലെവൽ എന്ന് തന്നെ പറയണം. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ JCB ഉണ്ടല്ലോ, 2 ബക്കറ്റുള്ള കോരിന്, ആ സംഭവം അല്ല. ഇത് ഒറ്റ സിംഗിൾ ബക്കറ്റ് കോരിന് സംഭവം ഉള്ളൂ. ഇത് നമ്മളെ മണ്ണ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് മാന്തിയിട്ട് ഇങ്ങനെ കൊണ്ടിടാൻ വേണ്ടിയുള്ള സെറ്റപ്പ്. പിന്നെ മറ്റേ ടിപ്പറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മണ്ണ് മാന്തിയിട്ട് അതിക്ക് ലോഡ് ചെയ്യുമല്ലോ. പക്ഷെ നമ്മളെ ചെറിയൊരു സാധനം ഉണ്ടല്ലോ, ബക്കറ്റ് ഉണ്ടല്ലോ, ഈ കല്ലുകളൊക്കെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ കുന്നു കൂടി നിൽക്കണ ഇങ്ങനെ മാന്തി എടുക്കുന്ന സാധനം, ആ ഒരു ബക്കറ്റ് ഇതിലില്ല. പക്ഷെ മറ്റേ ഡീറ്റെയിലിംഗ് ഒക്കെ പൊളിയാണ്. നോക്കി കണ്ടാ, ഇവിടുത്തെ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് നമുക്ക് റിമോട്ട് ഇട്ടാലേ അറിയുള്ളൂ. പിന്നെ ഇതാണ് കേട്ടോ ഗൈസ്. അപ്പൊ ഇതിന്റെ റിമോട്ട് ഇതാ, ഈ റിമോട്ടിൽ ഒരുപാട് സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനും ബാറ്ററി ഇട്ട് കൊടുക്കണം. നമുക്ക് നോക്കി നോക്കാം. അപ്പൊ അതിന് മുമ്പേ നമ്മുടെ JCB വർക്ക് ആവണമെങ്കിൽ JCBക്ക് ഒരു ബാറ്ററി ഉണ്ട് കേട്ടോ. അപ്പോ JCBയുടെ ബാറ്ററി കേട്ടോ ഈ സംഭവം. അപ്പൊ ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കേബിൾ ഇട്ടാ. ഈ കേബിളായിട്ടാണ് നമ്മൾ ഈ ബാറ്ററി ചാർജ് ചെയ്യട്ടാ. അപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ JCBയിൽ ആദ്യം ബാറ്ററി ഇട്ട് കൊടുക്കാം. അപ്പൊ അതിന് വേണ്ടി ഈ ബാക്കത്ത് ഈ സംഭവം അല്ലേ നമുക്ക് ഊരാ. ഈ കാണുന്ന ബാറ്ററി നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ബാറ്ററി ഫിറ്റ് ചെയ്തു. നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ റിമോട്ടിൽ 2 ബാറ്ററി ആയിട്ട് വേണ്ട. 2 ബാറ്ററി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ടൈറ്റ് ചെയ്തു, 2 ടൈറ്റ് ചെയ്തു. നമുക്കിത് ലോക്ക് ചെയ്തേക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ JCB ഓൺ ആക്കാൻ വേണ്ടി ആദ്യം നമ്മുടെ JCBയുടെ ബാക്കിൽ ചെയ്താ ഇവിടെ കണ്ടില്ല ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ആദ്യം ഓൺ ആക്കണം. എന്നിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇനി മൊത്തം റിമോട്ടിൽ. ആദ്യം ഈ കാണുന്ന സ്വിച്ച് നമുക്ക് അമർത്തി നോക്കാം എന്താണ്. ഇത് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യാനുള്ളതാണ്. ഇനിയിപ്പോൾ ഇതെന്താ നോക്കാം. ഇന്ന് റൊട്ടേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഫ്രണ്ടിലേക്ക് പോയിട്ട് നേരെ ബാക്കിലേക്കാണ് ഈ സംഭവം. ഇത് ഈ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ അതിൻ്റെ തന്നെ ബാക്കാണ് ഈ സംഭവം കേട്ടോ. ഈ കാണുന്ന സ്വിച്ചും അതിൻ്റെ ബാക്ക് തന്നെയാണ്. ഇനി നമുക്ക് ഇതെന്താ നോക്കാം. ഇതാണ് നമ്മുടെ ബക്കറ്റ് മുകളിലേക്ക് താഴ്ത്താനും പൊന്തിക്കാനുള്ളത്. ഇനി ഇതെന്താ നോക്കാം. ഇത് 2 സെയിം ആട്ടോ. അത് 2 സെയിം ആണ്. പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് ഗൈസ്, ഞാൻ കണ്ടതാണ്. അതായത് നമ്മൾ ഈ കാണുന്ന സ്വിച്ച് ഉണ്ടല്ലോ, മുകളിലത്തെ സ്വിച്ച്, ഈ കാണുന്ന സ്വിച്ചും ഈ കാണുന്ന ഈ മുകളിലത്തെ സ്വിച്ചും കൂടെ അമർത്തി പിടിച്ചാലാണ് നമ്മൾ JCB ഫ്രണ്ടിലേക്ക് മൂവാണ്. കാണിച്ചുതരാ കണ്ടാ. നമ്മൾ ഇത് 2 കൂടി അമർത്തി പിടിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയോക്ക്. 2 കൂടി അമർത്തി പിടിക്കുമ്പോഴാണ് JCB ഫ്രണ്ടിലേക്ക് പോകുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ 2 അടിയത്തെ സ്വിച്ച് ഉണ്ടല്ലോ, ഈ സ്വിച്ചും ഇതും കൂടെ 2 കൂടെ അമർത്തി പിടിച്ച JCB ബാക്കിലേക്ക് വരും ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ JCB ഞാൻ ശ്രദ്ധിച്ച സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മുടെ JCBയുടെ ഈ ബക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്ന ടൈമിൽ ഈ സംഭവം വർക്ക് ആവുന്നുണ്ട് ഗൈസ്. അത് ശരിക്കും റിയൽ JCBയിൽ എങ്ങനെയാണോ അതിന്റെ മെക്കാനിസം വർക്ക് ആവണ്, ആ സെയിം സംഭവം തന്നെ ഇതിന്റെ എല്ലാ സൈഡും, ഈ സൈഡും അതിന്റെ മെക്കാനിസം വർക്ക് ആണോ നോക്ക്. അത് കാണുമ്പോൾ എന്താ ഗൈസ് വേറൊരു ഫീല്. എന്താ അറിയില്ല ഗൈസ്, ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഗൈസ് ഇതുപോലെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്കിതൊക്കെ കാണുമ്പോൾ എന്തോ വേറെ എന്തോ ഒരു ഭയങ്കര ഹാപ്പിനെസ്, ഒരു സന്തോഷം, എന്തൊക്കെയാ അറിയില്ല, എന്തൊക്കെ ഒരു ഫീല് പോകുന്ന ഗൈസ്. അപ്പൊ ഗൈസ് നമുക്ക് നമ്മുടെ ഓഫ് റോഡ് പോകുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ കുറച്ച് മണ്ണ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ മണ്ണിൽ നമുക്ക് നമ്മുടെ JCB മണ്ണ് എടുപ്പിക്കാൻ ട്രൈ ചെയ്ത് നോക്കിയൊക്കെ എങ്ങനെ വർക്ക് ആവുണ്ടോന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ ബക്കറ്റ് ഉണ്ടല്ലോ, ഈ ബക്കറ്റ് നമുക്ക് ആദ്യം താഴ്ത്താം. നമുക്ക് ആ ഗ്രൗണ്ടിനോട് കറക്റ്റ് ആയിട്ട് ബക്കറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഫ്രണ്ടിലേക്ക് പിടിക്കാം. രണ്ട് വീട് തന്നെ. അപ്പൊ ഗൈസ് ഞാൻ 3x വെച്ച് കാണിച്ചുതരാം. നമ്മുടെ മണ്ണ് ഫില്ലാണ് കണ്ടെങ്കിൽ കണ്ടാ, മണ്ണ് ഫില്ലായി. നമുക്ക് നമ്മുടെ ബക്കറ്റ് പൊന്തിക്കാം. കണ്ടാ, കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ആക്കാം. അപ്പൊ കുറച്ചും കൂടി മണ്ണ് കിട്ടി, കുറച്ചും കൂടി ആക്കാം. മണ്ണ് കിട്ടി. ഇപ്പൊ ബക്കറ്റിൽ മണ്ണ് നിറഞ്ഞിട്ടാ 1x ആക്കി കാണിച്ചുതരാം. ബക്കറ്റ് മണ്ണ് നിറഞ്ഞിട്ട് നമുക്ക് ബാക്കിലേക്ക് ഇറങ്ങി തിരിച്ച് കാണിച്ചുതരാം.
ഗൈസ് നോക്ക് ഗൈസ്, നമ്മുടെ JCB നമ്മൾ മണ്ണ് നിറച്ചു. പക്ഷെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, നമുക്ക് മണ്ണ് നിറയ്ക്കാൻ മാത്രമേ ഉള്ളൂ, മണ്ണ് കൊട്ടാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതിപ്പോ എങ്ങനെ നമ്മൾ കൊട്ടുക നോക്ക്. ഈ ഇതിലിപ്പോ ഇത് മോളിക്ക് പൊന്തിക്കുന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ഈ കാണുന്ന സ്വിച്ച് ഉണ്ടല്ലോ, ഈ സ്വിച്ചിൽ ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ JCBയിലൊക്കെ ഉണ്ടാവുമല്ലോ, മണ്ണിനെ കൊട്ടുമ്പോൾ ഇട്ടേ പറഞ്ഞിട്ട് സാധനം ഇട്ടല്ലോ, ഈ സാധനം ഇങ്ങോട്ട് ഒടിയും. ആ ഒരു ഓപ്ഷൻ കൂടി ഗൈസ് ഇത് ഈ ഓപ്ഷനായി കൊടുക്കാൻ. ഇതിപ്പോ രണ്ടിനും സെയിം ഓപ്ഷൻ കൊടുക്കുക. ആ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ വേറെ മൂഡ് സാധനമായിരുന്നേ ഗൈസ് ഈ സംഭവം. അപ്പൊ ഗൈസ് ഞാൻ നമ്മുടെ ചെക്കനെ നമ്മളെ മണ്ണിൽ ഇറക്കി കേട്ടാ, നമുക്ക് ഇവിടെ ഓടിച്ചു നോക്കി നോക്കാം, ഇതിന്റെ പെർഫോമൻസ് ഇവിടെ എങ്ങനെ ഉണ്ട് നോക്കി നോക്കാം. ഓ മോനെ സീന് ഗൈസ്, വേറെ ലെവൽ ഇട്ടാ. പിന്നെ കൺട്രോൾ ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്, കാരണം നമുക്ക് ലെഫ്റ്റിക്കൊക്കെ തിരിയുമ്പോൾ ഈ കാണുന്ന സ്വിച്ച് ലെഫ്റ്റിക്ക് അമർത്തണം. അതൊന്ന് കൺട്രോൾ ചെയ്ത് സെറ്റ് ആവാണ്ടിക്ക്. ഓളി മോനെ വേറെ വൈബ് ഇട്ട അത് ഓടിക്കാൻ. കേറി കേറി പോണോക്ക് സ്റ്റെക്കായോ, കല്ല് പിടിയും ഗൈസ് അവിടെ. ഇല്ല നമ്മളെടുക്കും, നമ്മള് തിരിച്ചെടുക്കും ഗൈസ്. അത് ലോക്കായി എന്തുണ്ടായി നോക്കി നോക്കാം നമുക്ക്. അവിടെ ആ സെന്ററിൽ കല്ല് കുടുങ്ങിണ്ട്. മോനെ നമ്മൾ തിരിച്ചെടുത്ത് ഗൈസ്, എടുത്ത് കയറ്റി മക്കളെ. ഐ വൈവ പൊളി മനെ പൊളി. വേറെ വൈബ് ഇട്ടാ. അപ്പൊ ഗൈസ് ഇതാ ഈ കാണാതെ ഇവിടെ ആയിട്ട് ചെറിയൊരു മണ്ണ് ഇങ്ങനെ കൂടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അവനെ ഇങ്ങോട്ട് കയറ്റി നോക്കി നോക്കാം. ഓ മോനെ കീറിട്ടാ. ഈ വൈവ പൊളി പൊളി. അപ്പൊ ഗൈസ് നമുക്ക് ഇവിടെ കുറച്ച് മണ്ണ് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ മണ്ണ് എടുപ്പിച്ച് നോക്കി നോക്കാം. നമുക്ക് ആദ്യം ഡൗൺ ചെയ്യാം, നമുക്ക് ചെക്കനെ ഡൗൺ ചെയ്തു, നമുക്ക് ഫ്രണ്ടിലേക്ക് പോവുക. ഓ മോനെ മണ്ണ് ലോക്ക് ആക്കാം. യെസ് മണ്ണ് ലോക്ക് ആയിട്ടുണ്ടോ. ഈ ഗൈസ് നമുക്ക് പൊന്തിക്കാം. അയ്യോ മണ്ണ് മൊത്തം ഫില്ല് ചെയ്തു ഗൈസ്. അയ്യോ പൊന്തിയില്ല. പൊന്തി. നമുക്ക് ലോഡ് ആയിട്ട് പോവാം, ബാക്ക് വെച്ചിരിക്കാം. നമുക്ക് തൽക്കാലം ഇത് ഇവിടെ എവിടെയും കൊട്ടാനുള്ള ഓപ്ഷൻ മാത്രമില്ല, അതാ പ്രശ്നം. ഇത് കൊട്ടാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഗൈസ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ കിടിലനായിരുന്നു. അപ്പൊ ഗൈസ് ഞാൻ നമ്മുടെ ചെക്കനെ വാങ്ങിച്ചത് 1370 രൂപയ്ക്ക് എന്താണ്. അപ്പൊ ആർക്കെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പൊ ഗൈസ് ഈ വീഡിയോ കാണാൻ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് കേട്ടാ. അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി ടോയ്സ് വീഡിയോസ് ഒക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.